നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പോക്കറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെല്ലടിച്ചാൽ നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല. നമുക്ക് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫോണുമായിട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കാം. നിലവിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള 160cc സെഗ്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഈ ഒരു വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ഒരു സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടിയെക്കാട്ടും നിങ്ങൾക്ക് ബെറ്റർ എഞ്ചിൻ റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യും ഈ വണ്ടിയിൽ. കാരണം ബജാജ് അങ്ങനെയാണ് ഈ ഒരു വണ്ടി ട്യൂൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ N250 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഈ ഒരു N160 എന്ന് പറയുന്നത്. കാരണം 98% ഓഫ് ഇതിൻ്റെ പാർട്സും അല്ലെങ്കിൽ ലുക്സ് ആയാലും സിമിലർ ടു N250 ആണ്. ഒരു പക്ക ഒരമ്മ വെറ്റ അളിയന്മാരെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു പക്ക N250 എന്താണോ അതുപോലെ തന്നെയാണ് N160. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് വരുന്നത്. നല്ല ബേസ് ആയിട്ടുള്ള സൗണ്ടാണ്. ഒരു വെൽക്കം ബാക്ക് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ എന്നുള്ളത് N160 ആണ്. അപ്പോൾ N160 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും N160 വീഡിയോ ഒക്കെ കുറച്ച് നാൾ നമ്മൾ ചെയ്തതല്ലേ എന്ന്. പക്ഷേ N160 വിത്ത് USD ഫോർക്സ് ആണ് നമ്മളെ കൂടെ ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ 1 ഇയർ മുമ്പ് നമ്മൾ N160 ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വർക്കല ഷോറൂമിലാണ്, ബജാജിൻ്റെ വർക്കല ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നട റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. വണ്ടി പുറത്ത് കൊണ്ടുവച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമില്ല കേട്ടോ. കാരണം ഇതിന് ടെമ്പർ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഉള്ള സ്ഥലം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ മാറിയിട്ട് നമ്മുടെ USD ഫോർക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 250 കണ്ട പോലത്തെ ആ ഒരു ഷാമ്പയിൻ ഗോൾഡ് USD ഫോർക്ക് ഫ്രണ്ടിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. സൈസ് 33 ആണെന്ന് തോന്നുന്നു. NSൽ വന്ന ആ സെയിം സൈസ് ആണെന്ന് തോന്നുന്നു. 37 അല്ല, 250 37 mm USD ആയിരുന്നു. പിന്നത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മീറ്ററാണ്. നമ്മൾ NSലും 250ലും എല്ലാത്തിലും കണ്ട ഇപ്പോൾ അവർ കോമൺലി എല്ലാത്തിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സെയിം മീറ്റർ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ചേഞ്ചസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു USD ഫോർക്കും പിന്നെ മീറ്റർ മാറിയിട്ടുണ്ട്. പിന്നെ റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്, ABS റൈഡിംഗ് മോഡ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കി മുന്നത്തെ വേരിയൻറ്റുമായിട്ട് ഇതിൻ്റെ ലുക്സിന് പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ കൂളായിരുന്നു മുമ്പ്. ഇപ്പോൾ ഓയിൽ കൂൾഡ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഫുള്ളി എയർ കൂൾഡ് ആയിട്ടുണ്ട് എഞ്ചിൻ്റെ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം സിമിലർ തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ N250 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഈ ഒരു N160 എന്ന് പറയുന്നത്. കാരണം 98% ഓഫ് ഇതിൻ്റെ പാർട്സും അല്ലെങ്കിൽ ലുക്സ് ആയാലും സിമിലർ ടു N250 ആണ്. ഒരു പക്ക ഒരമ്മ വെറ്റ അളിയന്മാരെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു പക്ക N250 എന്താണോ അതുപോലെ തന്നെയാണ് N160. നമുക്ക് ചേഞ്ചസ് വരുന്നത് എഞ്ചിൻ സൈഡിലും ടയർ സെക്ഷനിലും പിന്നെ USD ഫോർക്ക്. പിന്നെ മീറ്ററിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ABS റൈഡിംഗ് മോഡ്സ് ഉള്ള മീറ്ററും കാര്യങ്ങളും 10/10 നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 98% നമ്മുടെ N250 നിങ്ങൾക്ക് എന്ത് കിട്ടിയിരുന്നോ ആ ഒരു സെയിം സാധനം തന്നെ. ടാങ്ക് ആയാലും ഒരു മഡ്ഗാർഡ് ഡിസൈൻ ആയാലും അണ്ടർബെല്ലി ആയാലും പിന്നെ നമ്മുടെ ഈ ഒരു ടൈൽ സെക്ഷൻ ആയാലും എല്ലാം ബാക്കിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എല്ലാം നമ്മുടെ N250 പക്ക N250 തന്നെയാണ് കേട്ടോ. ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് രണ്ട് വണ്ടികൾ അടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതിൽ ഏതാണ് N250 N160 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കൈമലത്തി കാണിക്കും. കാരണം ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഇല്ല. നമുക്ക് മാത്രമേ കുറച്ച് വണ്ടിയെ പറ്റി കുറച്ച് വിവരമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കണ്ടാൽ മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് പ്രീവിയസ്ലി കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് പോയിട്ട് നമ്മുടെ N250ലും ഡോമിനോ ഫോറിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രീമിയം ഡ്യൂക്കിലേക്ക് വരുന്ന സെയിം ഇൻഡിക്കേറ്റേഴ്സ് ഇതിലും വരുന്നുണ്ട്. പിന്നെ മിറേഴ്സൊക്കെ സെയിം ആണ്. പ്രത്യേകിച്ച് എന്താണ് എടുത്ത് പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ N250 വീഡിയോ കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ ഇതിലും വീണ്ടും പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് വലിച്ച് നീട്ടുന്നതൊന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് സിമിലറാണ് ഈ ഒരു എഞ്ചിൻ സൈഡിലെ സ്പെക്കും പിന്നെ നമ്മുടെ USD ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴത്തും പോലെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ളൊരു വേരിയൻ്റാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഗ്ലോസി ബ്ലാക്കിൽ നമ്മുടെ ഷാമ്പയിൻ ഗോൾഡ് USD ഫോർക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര രസമുണ്ട് കാണാൻ. ഈ USD ഫോർക്ക് ഷാമ്പയിൻ ഗോൾഡിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗിയൊക്കെ എടുത്ത് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഫുള്ളി ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫുള്ളി ബ്ലാക്ക് ആയിട്ട് ഗ്ലോസി ബ്ലാക്ക് കിട്ടിയ ഒരു വേരിയൻ്റാണ്. ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ആണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് മാറ്റ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റിക്കറാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അത് റിമൂവ് ചെയ്ത് കളയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്ലോസി ഫിനിഷ് കിട്ടും കേട്ടോ. ഇവിടെ N160 ബഡ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് വരാം. അപ്പോൾ നമുക്ക് എപ്പോഴത്തേക്കും പോലെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് N250 കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം മിറേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം ഞാൻ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വരാം. N250 കണ്ട ആ സെയിം ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്തായാലും നമ്മുടെ N250 ആ സെയിം ഹെഡ്ലൈറ്റ്, ആ സെയിം സൈസ്, ആ ഒരു സെയിം ഹെഡ്ലൈറ്റ്, ആ ഒരു സെയിം ബൈ ഫംഗ്ഷനായിട്ടുള്ള പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് വരുന്നത്. പിന്നെ പറഞ്ഞല്ലോ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പോർഷനൊക്കെ ഫുള്ളി ഗ്ലോസി ബ്ലാക്കാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് രണ്ട് റെഡ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു USD ഫോർക്കാണ്. ഇതിന് മുന്നത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ ഫുള്ളി മാറിയിട്ട് ഇപ്പം നമുക്ക് USD ഫോർക്ക് വരുന്നുണ്ട്. 33 mm ആണ്. നമ്മുടെ NS200 നമുക്ക് കിട്ടിയ ആ ഒരു സെയിം സൈസ് 33 mm USD ഫോർക്കാണ് വരുന്നത്. അത് വിത്ത് ഷാമ്പയിൻ ഗോൾഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ബ്ലാക്കും ആ ഒരു ഷാമ്പയിൻ ഗോൾഡൊക്കെ വരുന്ന സമയത്ത് നല്ല രസമാണ് വണ്ടി കാണാനായിട്ട്.
ഈ വണ്ടിയാണ് 160 സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഡ്യുവൽ ചാനൽ ABS വണ്ടിയാണ്. ഇന്ത്യയിൽ 160cc സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഡ്യുവൽ ചാനൽ ABS വണ്ടിയാണ് നമ്മുടെ N160. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ടിപ്പിക്കൽ മഡ്ഗാർഡ് നമ്മൾ N സീരീസിലേക്ക് കണ്ട 250ലും 160ലേക്ക് മുമ്പ് കണ്ട സെയിം മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ NS200ലും RS200ലേക്ക് കണ്ട പോലത്തെ ആ ഒരു അലോയ് വീൽസിൽ വരുന്നുണ്ട്. പക്ഷേ ഡിസൈൻ വൈസ് സെയിം ആണെങ്കിൽ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ അവർ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അൺസ്പ്രങ് വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള സെയിം ലുക്കുള്ള ന്യൂ അലോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് കഴിഞ്ഞ് നമ്മുടെ ഈ സൈഡിൽ പോകുമ്പോഴത്തേക്കും 160 സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഏറ്റവും 300mm ഡിസ്ക് വരുന്ന ഈ ഒരു മോഡലിലാണ്, നമ്മുടെ N160 എന്ന് പറയുന്ന ഈ ഒരു മോഡലിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു യൂസ് എന്ന് ചോദിച്ചാൽ നല്ല ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ട്, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രേക്സും കാര്യങ്ങളും വരുന്നുണ്ട്. ടയർ സെക്ഷനിലോട്ടൊക്കെ പോകുവാണെങ്കിൽ 100-80 പതിനാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ടിലെ സെക്ഷൻ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്തൊക്കെ ആയാലും നമ്മുടെ ആ ഒരു പൾസറിൻ്റെ ആ ഒരു ലോഗോ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ പൾസറിൻ്റെ ലോഗോ ഒരു സിൽവർ കളറിലാണ്, ഇത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല രസമുണ്ട്, ഗ്ലോസി ഒരു നല്ല ഒരു ഡാർക്കായിട്ടുള്ള ഗ്രേയിലാണ് ഇവിടെ പൾസർ കൊടുത്തേക്കുന്നത്. ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്തായാലും നമ്മുടെ ടാങ്ക് നല്ല ബൾക്കായിട്ടുള്ള ടാങ്കാണ്. നമ്മൾ N250 കണ്ട ആ ഒരു സെയിം സൈസ് ടാങ്ക് തന്നെയാണ് വരുന്നത്. സെയിം സൈസ് ആണെങ്കിലും ഇത് 14 ലിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 14 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ ടാങ്കിൻ്റെ സൈഡിലായിട്ട് N160 ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വണ്ടിയുടെ സൈഡ് പ്രൊഫൈലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു 164cc ആണ് കേട്ടോ വണ്ടി. 4 സ്ട്രോക്കിൽ സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ്. മുമ്പ് നമുക്ക് മുന്നത്തെ വേരിയൻ്റ് എന്നൊരു ഓയിൽ കൂൾഡ് ആയിരുന്നു. അപ്പോൾ ഓയിൽ കൂൾഡ് അവർ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി വണ്ടി എയർ കൂൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ താഴോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഫുള്ളി ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. എഞ്ചിൻ്റെ ആ ഒരു ഫിനിഷ് വരുന്ന ആ ഒരു സൈഡായാലും നമ്മൾ എഞ്ചിൻ്റെ ആ ഒരു ബജാജ് എന്നുള്ള ബാഡ്ജും ആ ഒരു ഓയിൽ ലെവൽ കാണിക്കുന്ന ആ ഒരു കേസൊക്കെ ഉണ്ടല്ലോ, ഫുള്ളി അവിടെ ഗ്ലോസി ബ്ലാക്കാണ്. ഒറ്റ സ്ഥലത്ത് പോലെ മാറ്റ് ഫിനിഷ് ഒന്നുമില്ല, ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പീക്ക് പവർ എന്ന് പറയുന്നത് 16 bhp ആണ്. 16 bhp ആണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത്. സെഗ്മെൻറ്റിൽ ഒരു ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നോർമലായിട്ടുള്ള bhp ആണ് വരുന്നത്. നിലവിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള 160cc സെഗ്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, ഈ ഒരു വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ഒരു സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടിയെക്കാട്ടും നിങ്ങൾക്ക് ബെറ്റർ റിഫൈൻമെൻറ്റ്, ബെറ്റർ എഞ്ചിൻ റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യും വണ്ടിയിൽ. കാരണം ബജാജ് അങ്ങനെയാണ് ഈ ഒരു വണ്ടി ട്യൂൺ ചെയ്തേക്കുന്നത്. നമ്മുടെ എഞ്ചിന് കഴിഞ്ഞ് ഒരു അണ്ടർബെല്ലി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ N250 കണ്ട അത്രയും സൈസിലുള്ള ഒരു അണ്ടർബെല്ലി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുകളിലൊരു ചെറിയ ഗ്ലോസി ഫിനിഷും താഴെ വീണ്ടും ഒരു മാറ്റ് ഫിനിഷുള്ള സെക്കൻഡ് ഒരു സ്പ്ലിറ്റ് പാർട്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൾക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഇവിടെ N160 ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് വരുന്നത്. സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ലാസ്റ്റ് ബാക്കിൽ ടയർ സെക്ഷൻ എന്ന് പറയുന്നത് 130 ആണ് കേട്ടോ. 130/70/17 വരുന്നത്. ഇവിടെ ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ N സീരീസിൽ കണ്ട ആ ഒരു പുതിയൊരു ടെയിൽ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്തിയാണ്. ഓവറാണെന്ന് വെച്ചാൽ ഓവറൊന്നുമില്ല. പിന്നെ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ കണ്ട ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിലും വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ലൈറ്റ് സെക്ഷൻ എല്ലാം വണ്ടി LED ആണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ബാക്ക് ടൈൽ ലൈറ്റ് ആയാലും ഫ്രണ്ട് DRL ഹെഡ്ലൈറ്റ് ആയാലും ഫുള്ളി LED സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 160cc സെഗ്മെൻറ്റ് എന്നുള്ള രീതിക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ നമ്മുടെ N സീരീസിൽ നമ്മൾ കണ്ട ആ ഒരു H ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ബ്രേക്ക് ലൈറ്റ് ഇവിടെയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡാണ് കേട്ടോ. നല്ല വലുതായിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് പോർഷനിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞില്ല വണ്ടി ഫുള്ളി ഒരു ബ്ലാക്കാണ്. വണ്ടി എല്ലാം എവിടെ നോക്കിയാലും ബ്ലാക്ക് ഫിനിഷാണ്. വേറെ ഒരു കളറും ജസ്റ്റ് ഒരു റെഡും ചെറിയൊരു വൈറ്റും കൂടെ ആയിട്ട് ചെറിയൊരു ഡീകോൾസും കാര്യങ്ങളും. ഇവിടെ N160 കൂടെ റെഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ റെഡും വൈറ്റും ഉണ്ട്. ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല, അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് നൈസായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് റെഡും വൈറ്റും കൂടെ. ടോപ്പ് പോർഷനിലോട്ട് പോകുന്ന സമയത്തായാലും നമുക്ക് 250 സെയിം സീറ്റ് കൂടെ വരുന്നുണ്ട്. അത്രയും വൈഡായിട്ടുള്ള റൈഡർ സീറ്റാണ് ഇതിന് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. പില്ലിയൻ സീറ്റ് നല്ല ഹാർഡാണ്. നല്ല ഹാർഡെന്ന് പറഞ്ഞാൽ നോർമൽ ഹാർഡാണ്. റൈഡർ സീറ്റ് കുറച്ചുകൂടെ കുഷൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രാബ് റെയിലും നൈസാണ്. നമുക്ക് ലഗേജ് വെച്ച് കെട്ടാനായാലും അല്ലെങ്കിൽ പില്ലിയൻ ഇരിക്കുന്ന സമയത്തായാലും അത്യാവശ്യം യൂസ്ഫുള്ളായിട്ട് പിടിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വണ്ടിയിലൊന്ന് കയറി ഇരുന്ന് നോക്കാം. വണ്ടി ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാലെത്തും എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. N250 കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്ലാന്റഡ് ഫുഡാണെന്ന്. അപ്പോൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ്. 14 ലിറ്റേഴ്സ് കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ USB പോർട്ട് വരുന്നുണ്ട് എല്ലാ വണ്ടിയിലും. ടിപ്പിക്കലായിട്ട് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബജാജിൻ്റെ വണ്ടിയിലും ഒരു USB പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ N250 കണ്ട ആ ഒരു ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബെൻഡായിട്ട് വരുന്ന ആ ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് ഓക്കെയാണ്. ജസ്റ്റ് സിറ്റി റൈഡ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനായാലും ഈ ഒരു ഹാൻഡിൽ ബാർ വെച്ച് പ്രത്യേകിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫീലൊന്നും ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ സ്വിച്ച് സെറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്വിച്ച് സെറ്റ് തന്നെയാണ് വരുന്നത്. പാസ് ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച് എല്ലാം ഒറ്റ സ്വിച്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫംഗ്ഷൻ മോഡ് നമുക്ക് മീറ്ററിലെ ഫംഗ്ഷനും കാര്യങ്ങളും മീറ്ററിൻ്റെ മോഡൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് DRLന് ചെറിയ സ്വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് N250 പിന്നെ നമ്മുടെ ഇഗ്നിഷൻ, നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു സെൽഫ് ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം വേറെ ഒരുപാട് സ്വിച്ചസോ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മീറ്ററിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള മീറ്റർ ഒരുവിധം എല്ലാ വണ്ടിയിലും അവർ ഈ ഒരു മീറ്റർ തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ലെറ്റേഴ്സ് എല്ലാം വൈറ്റ് റിവേഴ്സ് ഡിസ്പ്ലേയാണ് കൊടുത്തേക്കുന്നത്. അതിലും നമ്മളെ NS100 N250 ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ വണ്ടി 220 180 എല്ലാം അവർ ഈ ഒരു സെയിം ലുക്സ് ഉള്ള ഈ ഒരു സെയിം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു മീറ്റർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ 10x10 നാവിഗേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ N250 കണ്ട പോലത്തെ 3 റൈഡിംഗ് മോഡ്സ് ഇതിലും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ജസ്റ്റ് അമർത്തുന്ന സമയത്ത് ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാറുന്നുണ്ട് കേട്ടോ. നേരത്തെ മാറിയിട്ടുണ്ട്, ഇപ്പോൾ റെയിൻ ആയിട്ടുണ്ട്. സമയത്ത് വീണ്ടും ഇവിടെ ഓഫ് റോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ചാണ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നത്. 10x10 നാവിഗേഷൻ വരുന്നുണ്ട്. നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കോൾ ആൻഡ് SMS അലർട്ട് നമുക്ക് ഫോണിൽ ഈ ഒരു മീറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിൽ തന്നെ കാണിക്കും. മീറ്ററിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് വാർണിംഗ് ലൈറ്റ്സ് ആണ് വരുന്നത്. ABS, എൻജിൻ വാർണിംഗ്, നമ്മുടെ ന്യൂട്രൽ, പാസ് സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, നമ്മുടെ RPM മീറ്റർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ ടൈം, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ ഡിസ്റ്റൻസ് 20, മൈലേജ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കും. അത് 160cc ബൈക്ക് നമുക്ക് ഇത് ഇനഫ്, ഇത്രയും മതി. ഇത്രയും ഫീച്ചേഴ്സിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. എത്ര പേര് ഇപ്പോൾ ഓൺ ദ ഗോ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഓടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത് കുറച്ചുകൂടെ യൂസ് ആവുന്നത് നമ്മുടെ ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പോക്കറ്റ് കിടന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെല്ലടിച്ചാൽ നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല. നമുക്ക് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫോണുമായിട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം മനസ്സിലാവും നമുക്ക് ഫോണിൽ എന്ത് മെസ്സേജ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കോൾ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ N160 വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വലിച്ച് നീട്ടാത്തതാണ്. കാരണം ഒരുപാട് വലിച്ച് നീട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മുന്നത്തെ വേരിയൻറ്റ് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ചേഞ്ചസ് ഒക്കെയാണ് ഈ ഒരു 2024 മോഡൽ വന്നേക്കുന്നത്. USD4ക്ക് അവരിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും കൊടുക്കുന്നു. നമ്മുടെ NS100 N250 ഇപ്പോൾ N160 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ച് നീട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അങ്ങ് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ മീറ്റർ ചേഞ്ച് ആയിട്ടുണ്ട്, നമ്മുടെ USD4ക്ക് വന്നിട്ടുണ്ട്, നമുക്ക് റൈഡിംഗ് മോഡ്സ് വന്നിട്ടുണ്ട്, പിന്നെ 10x10 നാവിഗേഷൻ, അങ്ങനെയുള്ള സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ നല്ല കാര്യം, ഒരു ബജാജിൻ്റെ വണ്ടിയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ USD4ക്ക് അങ്ങനെയുള്ള 160cc ഇത്ര ഒരു അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നു എന്ന് പറയുന്ന കാരണം നല്ലൊരു കാര്യം കേട്ടോ. കാരണം നമ്മൾ പ്രൈസും കൂടെ നോക്കണം. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് പ്രീമിയം ആയിട്ടുണ്ട്. ഒരു ഡെയിലി കമ്മ്യൂട്ടർ നിങ്ങളൊരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതിലോട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ N160 എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,36,067 കേട്ടോ. അപ്പോൾ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 1,72,400 സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസും വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു 1,72,000 ബഡ്ജറ്റിനകത്ത് നിങ്ങളൊരു ഡെയിലി യൂസാണ് നിങ്ങളെ യൂസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരു 160cc ബൈക്ക് എന്ന രീതിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വണ്ടി ലുക്സ് ആയാലും വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയാലും, ഞാൻ എഞ്ചിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വണ്ടി ജസ്റ്റ് ഒന്നും വെറുതെ നിങ്ങൾ ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഈ വണ്ടി പക്കാ എഞ്ചിൻ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ല പക്കാ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നമ്മുടെ N160 എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരുവിധം ഞാൻ യൂസേഴ്സിൻ്റെ വണ്ടി എടുത്ത കുറച്ച് പേരുടെയൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് തന്നെ പറയുന്നത്. എല്ലാവർക്കും വണ്ടിയെപ്പറ്റി ഭയങ്കര മോശം അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു ഡെയിലി യൂസാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹൈവേ യൂസ്, ഒരു സിറ്റി യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ജസ്റ്റ് ടെസ്റ്റ് റൈഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും ബാക്കി ഫീച്ചേഴ്സ് വൈസ് നോക്കിയാലും പ്രൈസ് വൈസ് നോക്കിയാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ ഏത് വണ്ടി ജസ്റ്റ് ഒന്ന് കിട്ടുമെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഞാൻ പറയും 160 ഏത് വണ്ടി ഉണ്ടോ ചോദിച്ചാൽ ഞാൻ എന്തായാലും ഈ ഒരു വണ്ടിയുടെ പേര് ഉറപ്പായിട്ടും വാങ്ങാൻ പോകുന്ന ആളടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ എന്തായാലും വാങ്ങാൻ പോകുന്ന ആളടുത്ത് പറയും. കാരണം എൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തായാലും ലുക്ക് വൈസ് നോക്കുന്ന സമയത്തായാലും ഫീച്ചേഴ്സ് വൈസ് നോക്കുന്ന സമയത്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം വരത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു N160 മൈലേജ് എന്ന് പറയുന്നത് നമുക്കൊരു 60 ആയിരിക്കും കേട്ടോ. ഒരു 55 to 60 എന്തായാലും മൈലേജ് കിട്ടും. ഒരു എക്കോണമി ലെവലിലൊക്കെ ജസ്റ്റ് ക്രൂസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്കൊരു 60 മൈലേജ് എന്തായാലും ഷുവറായിട്ട് കിട്ടും. എക്സോ സൗണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരുവിധം നമ്മുടെ പുതിയ വണ്ടിയിലൊക്കെ എല്ലാം നല്ല എക്സോസ്റ്റ് ആണ് കേട്ടോ. നല്ല ബേസുള്ള എക്സോസ്റ്റാണ്, ന്യൂട്രൽ. അപ്പോൾ ജസ്റ്റ് എക്സോ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അണ്ടർബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. നല്ല ബേസ് ആയിട്ടുള്ള സൗണ്ടാണ്. ഒരു 160cc ബൈക്കാണെന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് നല്ല എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ തള്ളുന്നതല്ല, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. ഇതിപ്പോൾ ഐഡിൽ സൗണ്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ എടുത്ത് നോക്കാം. നല്ല സൗണ്ടാണ് കേട്ടോ. നല്ലൊരു ഇത് കേൾക്കാൻ പറ്റുന്നില്ലേ? നല്ലൊരു ബേസ് ഇങ്ങനെ ഉരുണ്ട് കയറുന്നൊരു സൗണ്ട് പോലെ, ഒരു സൗണ്ട് ഇല്ലാത്തൊരു എഞ്ചിനല്ല, നല്ല രീതിക്ക് സൗണ്ട് ചെയ്യുന്നൊരു എഞ്ചിനാണ് കേട്ടോ.
പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ടാണ്. ഒരു 160cc വണ്ടിയാണെന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് ബെറ്റർ സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എക്സോസ്റ്റായിട്ട്. ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ N160 വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ള കാര്യം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു വണ്ടി നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ വാങ്ങാൻ പ്ലാനുള്ളവർ തൊട്ടടുത്ത ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ കിട്ടും. നിലവിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 160cc ബൈക്കാണ് ഈ ഒരു N160 എന്ന് പറയുന്നത്. ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എൻ്റെ അടുത്ത് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എഞ്ചിൻ റിഫൈൻമെൻ്റ് ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത് നമ്മുടെ കല്ലിങ്ങൽ ബജാജ് വർക്കല ബ്രാഞ്ചാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ തരും ഇപ്പോൾ സ്ക്രീനിൻ്റെ താഴെ കാണിച്ചേക്കാം. നിങ്ങൾക്ക് ബുക്കിംഗ് ആയാലും കുറച്ചുകൂടെ വണ്ടിയെ പറ്റി EMI ഡീറ്റെയിൽസ്, ഓൺ റോഡ്, അങ്ങനെ കുറച്ചുകൂടെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ബുക്കിങ്ങിനെ പറ്റിയും ബാക്കി ഡീറ്റെയിൽസൊക്കെ കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.